എയിംസിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം കുറച്ച് നാളായിട്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറയുന്നുണ്ട് എയിംസ് വരുമെന്ന്. ഇന്നിപ്പോൾ അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട് എയിംസ് വരും. നമുക്കറിയാം ഈ കഴിഞ്ഞ ബജറ്റിൽ കേരളത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ച് പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഏറെ സുരേഷ് ഗോപി കുറേ നാളുകളായിട്ട് കൊട്ടിഘോഷിച്ചുകൊണ്ടിരുന്നതാണ് എയിംസ് വരുമെന്ന്. ആദ്യം അദ്ദേഹം ആലപ്പുഴ പറയുന്നുണ്ട്, പിന്നീട് തൃശ്ശൂർ പറയുന്നുണ്ട്, കാസർഗോഡ് പറയുന്നുണ്ട്, ഇങ്ങനെ കുറേ ജില്ലകൾ എയിംസിന് വേണ്ടി പറയുന്നുണ്ട്. ഇന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത് ആലപ്പുഴ തന്നെയാണ് വരാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു വികസനവും കടന്നില്ലാത്തൊരു ജില്ലയാണ് ആലപ്പുഴ. ഇനി ആലപ്പുഴ കിട്ടിയില്ലെങ്കിൽ തൃശ്ശൂരാണ് ആഗ്രഹിക്കുന്നത്. കാരണം കേരളത്തിൻ്റെ ഒരു സെൻറ്റർ തൃശ്ശൂരാണെന്നാണ് സുരേഷ് ഗോപി അതിന് കാരണമായിട്ട് പറയുന്നത്. മറ്റൊന്ന്, കേരളം ഇതിനു വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല. ഇതുവരെ സ്ഥലം ഏറ്റെടുത്ത് തന്നിട്ടില്ല. അത്തരം ഒരു സ്ഥലം ഏറ്റെടുപ്പൊക്കെ പൂർത്തിയായിരുന്നെങ്കിൽ എയിംസ് വന്നേനെ. പിന്നെ 2026 തന്നെ എയിംസ് വരുമെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് കൂടി സുരേഷ് ഗോപി പറയുന്നുണ്ട്. 2027 അല്ലാത്ത സമീപ വർഷങ്ങളിലോ വന്നേക്കാം. താൻ ഈ ചുമതലയിലുള്ള കാലത്ത്, അല്ലെങ്കിൽ താനിപ്പോൾ MP ആയിരിക്കുന്ന കാലത്ത് ഏതെങ്കിലും സർക്കാർ, ഇനി വരുന്ന സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് തന്നാൽ ആ സമയത്ത് ഇത് ഉടൻ ലഭ്യമാക്കുന്ന രീതിയിൽ ഇടപെടാമെന്ന് കൂടിയിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിലേക്കാണ് അജിംസ്, ശരിക്കും എയിംസ് വരുമോ? എയിംസ് വരുമോ ഇല്ലയോ എന്നുള്ളതല്ല. കേന്ദ്രം ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നത് ബജറ്റിലാകട്ടെ അല്ലാതാകട്ടെ, ബജറ്റിൽ പറയുന്നതൊന്നും സാധാരണ വരാറില്ല. അല്ലാതെ കേന്ദ്രം എക്സിക്യൂട്ടീവ് ഡിസിഷൻ എടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ എന്തിനു വേണ്ടിയാണ് കേന്ദ്രം ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഒന്നുകിൽ ആ സംസ്ഥാനത്ത് ഉടൻ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടാകണം, അതല്ലെങ്കിൽ BJPക്ക് സവിശേഷമായ രാഷ്ട്രീയ താല്പര്യം ആ സംസ്ഥാനത്തുണ്ടാവണം. ഇപ്പോൾ തമിഴ്നാടിനെ കുറിച്ച് നോക്കുക. തമിഴ്നാട് BJPയുടെ ഒരു പ്രധാനപ്പെട്ട ഫോക്കൽ ഏരിയയാണ്. അവിടെ ഒരു തരത്തിലുള്ള നേട്ടം അവർക്കുണ്ടാകാൻ കഴിയുന്നില്ല. എങ്കിൽ പോലും തമിഴ്നാട് ഏത് വിധേനയും പിടിച്ചെടുക്കുക എന്നുള്ളത് എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു പെനിട്രേഷൻ ഉണ്ടാക്കുക എന്നുള്ള അവരെ സംബന്ധിച്ച് വലിയ താല്പര്യമുള്ള കാര്യമാണ്. നോക്കുക, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തമിഴ്നാടിനെ, തമിഴ് ഭാഷയെ പുകഴ്ത്തുന്നു. അമിത്ഷാ തമിഴ്നാട്ടിൽ വന്നിട്ട് തമിഴ് ഭാഷയുടെ മഹാത്മ്യം വിളമ്പുന്നു. ഒരു വശത്ത് ഹിന്ദി ഇമ്പോസിഷൻ എന്ന വിമർശനം വരുമ്പോൾ തമിഴ് ഭാഷ ഭയങ്കര ഭാഷയാണെന്ന് പറഞ്ഞ് പുകഴ്ത്തുന്നു. കാശി മധുര എന്തോ കോറിഡോറോ എന്തോ സംഭവം നടത്തുന്നു. മഹാസമ്മേളനം വാരണാസിയിൽ നടത്തുന്നു. അങ്ങനെ പറഞ്ഞിട്ട് തമിഴ്നാടിനെ അങ്ങനെ വാരി പുകഴ്ത്തുക. തമിഴ്നാട്ടിൽ പ്രളയം ഉണ്ടാകുമ്പോൾ ഉടൻ പൈസ എടുത്തു കൊടുക്കുക. കേരളത്തിന് 10 പൈസ തരുന്നില്ല. തമിഴ്നാട്ടിൽ എയിംസ് കൊടുക്കുക, മധുരയിൽ എയിംസ് കൊടുക്കുന്നു. അപ്പോൾ ഇതെന്താണ്? ആ സർക്കാരിന്, BJPക്ക് അവിടെ രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ എത്രയോ വർഷമായി ഞങ്ങൾക്ക് 35 MLA കിട്ടിയ, ഇപ്പോൾ പറയുന്നത് 22 പേരുമായി എന്നാണ് സുരേഷ് ഗോപി ഇന്നലെ പറയുന്നത്. 22 MLA നമ്മൾ കിങ് മേക്കർ ആകും എന്നൊക്കെയാണ് പറയുന്നത്. എങ്കിൽ ഈ 22 MLA ഉണ്ടാക്കാൻ ഉതകുന്ന രീതിയിലുള്ളൊരു പദ്ധതി ബജറ്റിലെങ്കിലും പ്രഖ്യാപിക്കണ്ടേ? ഇനി പോട്ടെ, ഇനി ദിവസങ്ങളേ ഉള്ളൂ ഇലക്ഷന്. ദിവസങ്ങൾ ഫെബ്രുവരിയാണിത്. മാർച്ചോ ഏപ്രിലൊക്കെ ഇലക്ഷൻ നടക്കാൻ പോവാണ്. ഈ ഇലക്ഷൻ ഇയറിൽ കേരളത്തിന് ബജറ്റ് കഴിഞ്ഞിട്ട് പ്രഖ്യാപിക്കാമല്ലോ. അല്ലെങ്കിൽ എയിംസ് ബജറ്റിൽ പ്രഖ്യാപിക്കുന്നില്ല, നേരത്തെ നമുക്ക് പ്ലാൻ ഉള്ളതാണ്, ഇന്ന വർഷം വരും എന്ന് പറയാമല്ലോ. ഒരു വാക്ക് പറയാലോ, ഒരു വാക്ക്. അതായത് 2028 എയിംസ് കേരളത്തിൽ യാഥാർത്ഥ്യമാവുന്ന ഇപ്പോൾ ഫിനാൻസ് മിനിസ്റ്ററോ അല്ലെങ്കിൽ ഹെൽത്ത് മിനിസ്റ്ററോ വന്നിട്ട് പുറത്തിറങ്ങി വാർത്താ സമ്മേളനം നടത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് ഗുണമുണ്ടാവില്ല കേരളത്തിലെ BJPക്ക്. അപ്പോൾ കേരളത്തിലെ BJPക്ക് ഒരു തരത്തിലും രാഷ്ട്രീയ ഗുണമുണ്ടാകരുത് ഈ ഇലക്ഷനിൽ എന്ന് കേന്ദ്രം അല്ലെങ്കിൽ BJP ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. അവർ വാ തുറക്കുന്നില്ല, മിണ്ടുന്നില്ല. പാവം സുരേഷ് ഗോപി അവിടെ പോയിട്ട് എന്തായിരിക്കും ചോദിക്കുക? സുരേഷ് ഗോപി ഏറ്റവും കൂടുതൽ എംബരാസ്ഡ് ആയിട്ടുള്ളൊരു സമയമാണ് എന്ത്, ഈ എയിംസിൻ്റെ വിഷയം. ഇപ്പോൾ ബജറ്റ് കഴിഞ്ഞിട്ട് സുരേഷ് ഗോപി ഡൽഹി പോയിട്ട് എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത് നിർമ്മലാജി? നിങ്ങൾക്ക് അതൊന്ന് എവിടെയെങ്കിലും ബജറ്റിലൊന്ന് പറയാമായിരുന്നു, അല്ലെങ്കിൽ ബജറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊന്ന് പ്രഖ്യാപിക്കാമായിരുന്നു. നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് പോയിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിർമ്മലാജി എന്ത് പറയും? സുരേഷ് ധൈര്യമായിട്ട് പോയി പറഞ്ഞോ, വരുമെന്ന് പറഞ്ഞോ, കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞാണ്. അതെവിടെ വന്ന് വീണ്ടും അത് തന്നെ പറയുന്നു. ആലപ്പുഴ പറയുന്നു, തൃശ്ശൂർ പറയുന്നു, നാളെ ചിലപ്പോൾ പാലക്കാട് പറയും. അങ്ങനെ അതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലാണ്ട് കൺക്ലൂസീവായിട്ടുള്ള ഒരു ഡിക്ലറേഷൻ ഉണ്ടായിട്ടില്ല അവിടെ. സുരേഷ് ഗോപിക്ക് അറിയില്ല അത് എവിടെ വരുമെന്നുള്ളത്. ഇനി വരുമില്ലെന്നില്ല അദ്ദേഹത്തിനാണ്, അത് എന്തൊക്കെയോ പറയുകയാണ്. ഞാൻ പ്രധാനമായും മനസ്സിലാകുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു താല്പര്യവും കേരളത്തെക്കുറിച്ച് BJP ദേശീയ നേതൃത്വത്തിന് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആമ ഗവേഷണ കേന്ദ്രം പ്രഖ്യാപിച്ച് കേരളത്തെ ഇൻസൾട്ട് ചെയ്യുകയാണ് ശരിക്കും കേന്ദ്രം ചെയ്തത്. അപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പദ്ധതിയും നൽകാതെ, ഒരു തരത്തിലും കേരളത്തെ പരിഗണിക്കാതെ, അത് ചൂരൽമൂല മുതൽ എയിംസ് വരെയുള്ള എല്ലാ വിഷയം എടുത്താലും നമ്മളെ ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മളെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്ന യൂണിയൻ സർക്കാർ, ആ യൂണിയൻ സർക്കാരിനെ നയിക്കുന്ന BJPക്ക് കേരളത്തിലുള്ള ഇൻട്രസ്റ്റ് എന്താണ്? ഒരു തരത്തിലും ഈ CJP എന്ന് ഇവിടുത്തെ BJPയുടെ ശത്രുക്കൾ ആക്ഷേപിക്കുന്ന തരത്തിൽ അവരങ്ങനെ തുടർന്നോട്ടെ എന്നാണോ? എല്ലാ വർഷവും 10-500 കോടി രൂപ വീതം പണം കൊടുക്കുക, അവരെ ഇലക്ഷൻ മത്സരിക്കുക, ആ കൊടുക്കുന്ന പണം മുഴുവൻ ചിലവാക്കാതെ പലതും അത് മുക്കുന്നു എന്ന ആക്ഷേപമുണ്ട് BJP നേതാക്കളെക്കുറിച്ച്. അങ്ങനെ അവരങ്ങനെ അവഹേളിതരായി നിൽക്കുക. സുരേഷ് ഗോപി ഒരു കോമാളി കഥാപാത്രമായി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുക എന്നൊക്കെയാണോ യൂണിയൻ BJP ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഇനി ഇലക്ഷന് ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. ആ ഇലക്ഷൻ്റെ സമയത്ത് BJPക്ക് ഒരു തരത്തിലുള്ള എന്താണ് പറയുക, പ്രോസ്പെക്ടസും ഇല്ലാത്ത വിധത്തിൽ ഇലക്ഷൻ മാറ്റുന്നതിന് പിന്നിൽ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? അതേക്കുറിച്ചല്ലേ ആലോചിക്കേണ്ടത്. അല്ലെങ്കിൽ ഇതൊരു സംസ്ഥാനമാണല്ലോ, ഇവിടെയും BJP ഉണ്ടല്ലോ, ഇവിടെ നിന്നൊരു MP ഉണ്ടല്ലോ,
ഇവിടെ മുമ്പ് ഒരു MLA ഉണ്ടായിരുന്നല്ലോ, ആ സീറ്റെങ്കിലും തിരിച്ചു പിടിക്കണമല്ലോ, നിയമമെങ്കിലും തിരിച്ചു പിടിക്കണമല്ലോ. നിയമം തിരിച്ചു പിടിക്കാനെങ്കിലും എയിംസ് വേണ്ടേ? എന്തെങ്കിലും ഇവർ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ അവർ ജയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനെ കുറിച്ചൊരു വാക്ക് ബജറ്റിൽ പറയണ്ടേ? കേരളത്തിൽ ആദ്യമായി ഒരു കോർപ്പറേഷൻ BJP അധികാരത്തിലെത്തുകയാണ്. മുനിസിപ്പാലിറ്റി അല്ല, പാലക്കാട് മുനിസിപ്പാലിറ്റി അല്ല, ഇതൊരു കോർപ്പറേഷൻ അധികാരത്തിലെത്തുകയാണ്. അതും തലസ്ഥാന നഗരത്തിൽ BJP അധികാരത്തിലെത്തിയിട്ട് ഈ ബജറ്റിൽ ഒരു വാക്ക് മിണ്ടണ്ടേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? BJPക്ക് ഉള്ള വോട്ട് കൂടി പൊക്കോട്ടെ എന്നാണോ? ആ വോട്ട് എങ്ങോട്ട് പോകാനാണ് BJP RSO ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യത്തിനാണ് ഉത്തരം വേണ്ടത്. അതെ നിഷാദ്, ഈ എയിംസിൻ്റെ പേരിൽ പരിഹാസ്യനാക്കപ്പെടുകയാണ് സുരേഷ് ഗോപി എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നില്ലല്ലോ അല്ലേ? എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അതിൻ്റെ വേദന ഉണ്ടാവും. കാരണം അങ്ങേയറ്റത്തെ ഈഗോ ഉള്ള ആളാണ് സുരേഷ് ഗോപി. അപ്പോൾ താൻ വിമർശിക്കപ്പെടുന്നത്, പരിഹസിക്കപ്പെടുന്നത് അദ്ദേഹം സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഡോൺ പ്ലേ വിത്ത് മീ നിക്കേഷ് എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ഡു യു വാണ്ട് മീ ടു കണ്ടിന്യൂ എന്നൊക്കെ ചോദിച്ച് ചൂടാവുന്നതൊക്കെ അദ്ദേഹത്തിനോടുള്ള ആ രോഷമാണ്. അപ്പോൾ അത് അദ്ദേഹം അനുഭവിക്കുന്നുണ്ടാവും. ഇത്തരം ഈഗോ ഉള്ള മനുഷ്യന്മാരാണ് പെട്ടെന്ന് ഡിസ്റ്റർബ്ഡ് ആവുക. മോദിയുടെ കാര്യമൊക്കെ അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, സച്ചിൻ തെണ്ടുൽക്കർ കല്യാണം വിളിക്കാൻ വന്ന ആ സംഗതി ഉണ്ടോ? സച്ചിൻ തെണ്ടുൽക്കർ കല്യാണം വിളിക്കാൻ പോയി, മോദിയെ കണ്ടു, രാഹുൽ ഗാന്ധിയെ കണ്ടു, പ്രസിഡന്റിനെ കണ്ടു, എല്ലാ പടവും പോസ്റ്റ് ചെയ്തു. ഏറ്റവും കൂടുതൽ ട്രാക്ഷൻ രാഹുൽ ഗാന്ധിയെ കണ്ടതിന്. കുറച്ച് ഇപ്പോൾ സച്ചിൻ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് രാത്രി 1:30 മറ്റോ വീണ്ടും പോസ്റ്റ് ചെയ്തു. ട്രാക്ഷൻ കുറയ്ക്കാനാണ് അത്ര. അപ്പോൾ അതിൻ്റെ ഈഗോ വന്നിട്ടുള്ള എവിടെ നിന്നായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപിക്ക് ഉറപ്പായിട്ടും വേദന ഉണ്ടാവും. പുള്ളി അതിനുവേണ്ടി ഒരുപാട് ഫോൺ കോൾ നടത്തി കാണും. ഇതൊന്ന് പറയാൻ പറ്റുമോ, ഡേറ്റ് അറിയാൻ പറ്റുമോ, ഉണ്ടോയെന്ന്. എന്നിട്ട് പുള്ളിക്കാരൻ വന്ന് പറയാണ് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാത്തതുകൊണ്ടാണ്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും ഭൂമി കൊടുത്തിട്ടാണ് കിട്ടിയത്. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങൾക്കും ഭൂമി കൊടുത്തിട്ടില്ല. അവർ പോലും ആലോചിക്കാത്തപ്പോൾ അവർക്ക് എയിംസ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. നമ്മളെക്കാൾ കൂടുതൽ, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, നമ്മളെക്കാൾ കുറവ് ഭൂമിയുള്ള ഖൊരഗ്പൂർ എയിംസ് കൊടുക്കാൻ തീരുമാനിച്ചത് നമ്മളത്രയും പോലും ഭൂമി എടുത്തിട്ടില്ല. നമ്മൾ കിനാരൂരിൽ 150 ഏക്കർ കണ്ടെത്തിയിട്ടുണ്ടല്ലോ, ആരോഗ്യവകുപ്പിന് കൈമാറുകയും ചെയ്തു, KSRTCയുടെ കയ്യിലുള്ളത്. ഇനി 100 ഏക്കറോടെ വേണം, ശരിയാണ്. പക്ഷേ നമുക്ക് അനുവദിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവരെന്തെങ്കിലും ഒരു ന്യായം പറയണ്ടേ, ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാത്തത് കൊണ്ടാണ് ഇത് കിട്ടാത്തതെന്ന്. അങ്ങനെയൊന്നുമല്ല, തരാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ തരാത്തതിൻ്റെ കാരണം എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ പലതരത്തിലുള്ള തിയറീസ് അവിടെ അപ്ലൈ ആവുന്നതാണ്. നേരത്തെ അജിംസ് പറഞ്ഞ പോലെ അങ്ങനെ ഒരു അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് തെരഞ്ഞെടുപ്പിൽ നിൽക്കേണ്ടതില്ല BJP എന്ന് വേണമെങ്കിൽ അവർ തീരുമാനിച്ചിട്ടുണ്ടാവണം. അതൊരു സംശയമാണ്. കാരണം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ മോദി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആദ്യമായിട്ട് പ്രസംഗിക്കാൻ വരുമ്പോൾ മോദി വൻ പദ്ധതികൾ തലസ്ഥാനത്തിൽ പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു പറച്ചിലുണ്ടായിരുന്നു. എല്ലായിടത്തും വാർത്തയൊക്കെ വന്നല്ലോ. ഒന്നും പ്രഖ്യാപിച്ചില്ല മോദി. പ്രഖ്യാപിക്കാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചതുപോലെ. പിന്നെ ഈ ബജറ്റ് വന്നപ്പോഴും ബജറ്റിൽ ഒന്നും പ്രഖ്യാപിച്ചില്ല എന്നത് മാത്രമല്ല വാർത്തയാവേണ്ടത്, കേരളത്തെ അപമാനിച്ചു എന്ന നിലയ്ക്ക് ഒരു വാർത്ത വരട്ടെ എന്ന് പറഞ്ഞാണ് ആമ ഗവേഷണ കേന്ദ്രത്തിന് അംഗീകാരം കൊടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിലൊരു പരിഹാസ്യമാക്കി BJP സ്റ്റേറ്റ് ലീഡർഷിപ്പിനെ നിലനിർത്തുക വഴി അവരുടെ ഒരു അപ്പീലിംഗ് അല്ലാത്തൊരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് പിന്നിൽ എന്തായിരിക്കും ഉദ്ദേശം? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ നമ്മുടെ വലത് നിരീക്ഷകനായിട്ട് ചർച്ച ചെയ്യുന്ന ഷാബു പ്രസാദ് പറയുകയാണ്, CPM വീണ്ടും അധികാരത്തിൽ പറഞ്ഞു, എന്നാലേ കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവുകയുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ഒരു ഹാർഡ് കോർ RSകാരനാണ്. അപ്പോൾ ഇതാണോ ഇനിയിപ്പോൾ അമിത്ഷാടക്കുള്ളിലുള്ള ആഗ്രഹം നമുക്കറിയില്ല. ഈ നമ്മൾ വെറുതെ ഒരു തടസ്സം വെക്കേണ്ടതില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യാണോ എന്ന ചോദ്യം അവിടെയുണ്ട്. അല്ലെങ്കിൽ എന്താണ്, ഒന്നും കിട്ടാനില്ല കേരളത്തിൽ നിന്ന്, ഞങ്ങൾ ആഞ്ഞു നോക്കി, സർവേ ഒക്കെ എടുത്ത് നോക്കി, ഒന്നും കിട്ടാനില്ല, പിന്നാണ് എയിംസ് കൊടുക്കുന്നത് എന്നും വിചാരിക്കാമല്ലോ. കേരളത്തിലെ BJP നേതൃത്വം എന്തായാലും രണ്ടിലിത് ഏതായാലും കഥ അറിയാതെ ആട്ടം കാണുകയാണ്. അല്ലെങ്കിൽ അവർക്ക് ആ കാര്യത്തിൽ ഒരു റോളൊന്നുമില്ല. പാവങ്ങൾ ഇപ്പോഴും വികസിത് കേരളം, അപകടം പൊളിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞ് സമയം കളയാണ്. അതെ, എയിംസ് വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ എയിംസിൻ്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പ് കേരളം കാണുന്നുണ്ട്.